മതം പൊട്ടി നിൽക്കുന്ന ആനയെ തളയ്ക്കാനുള്ള റിസ്കാ ഞാനും ഏറ്റെടുത്തത്. അമ്മച്ചിയാണ് അത് സംഭവിച്ചു. ഒരു കഷ്ണം കൂടി വെക്കട്ടെ? അയ്യോ വേണ്ട, ഞാൻ ഫുള്ളായിട്ട് കഴിച്ചോളാം. എന്റെ മാതാവേ, എന്റെ കുഞ്ഞിന് നല്ല ബുദ്ധി തോന്നി. 1 മാസം അവിടെ കിടന്നാ മതിയായിരുന്നു. അക്കാര്യത്തിൽ അമ്മച്ചി വിഷമിക്കണ്ട. കൊച്ചു കുഞ്ഞൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. കിടക്കുമെന്ന് പറഞ്ഞാൽ അവൻ കിടന്നിരിക്കും. എന്നെ വിശ്വസിക്കുന്നേ. ഓ, അതാ രാമകൃഷ്ണനായിരിക്കും. അമ്മച്ചി, ഞാൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇങ്ങോട്ട് കയറ്റി വിടണേ, ഞാൻ ഇതെല്ലാം ഫിനിഷ് ചെയ്യട്ടെ. ഈശോയായിരിക്കട്ടെ. ആരാ? ഞാൻ ഡോക്ടർ തോമസ് വൈദ്യൻ. കൊച്ചുട്ടിന്റെ അമ്മച്ചിയല്ലയോ? അയ്യോ ഈശോയെ, അമ്മച്ചി. ഈ അമ്മച്ചി പുണ്യം ചെയ്ത അമ്മച്ചിയാ. 14 വർഷം മുമ്പ് ഞാൻ മദ്യപാനം നിർത്തിയെന്നു മാത്രമല്ല, മദ്യപാനികളെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഒരു ആശുപത്രി ഞാൻ തുടങ്ങി. മോനെ വിശേഷ മോചനം. പക്ഷെ പ്രതിജ്ഞ തെറ്റിച്ച് ഇന്ന് ഞാൻ നല്ലോണം ചെലുത്തി. ഇവിടെ ഉണ്ടായിരുന്നത് ഇഞ്ചി വന്നേ. നമ്മുടെ ലോകം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഭൂമിക്ക് മേളിലുള്ള ഓസോൺ പാളികളിൽ സുഷിരങ്ങൾ വീണോണ്ടിരിക്കുന്നു. റഹ്മാൻ ഓസ്കാർ കിട്ടി, റസൂൽ പൂക്കുറ്റിക്ക് ഓസ്കാർ കിട്ടി. എന്തുകൊണ്ട് വടക്കൻ വീട്ടിലെ വീരഗാഥയെ കൊച്ചുകുഞ്ഞിനെ കറ കിട്ടിയില്ല? അതാണ് എനിക്ക് വിഷമം. പരമാവധി പോയാൽ നമ്മുടെ ഭൂമി ഏതാണ്ട് 2050 തീരും, ഉരുകിത്തീരും. ഈ സത്യം ഞാൻ പറഞ്ഞല്ല, അറിവും വിവരവും ജീവിത അനുഭവമുള്ള ഇവിടുത്തെ കൊച്ചൊന്നു പറഞ്ഞടാ. അങ്ങനെ നശിക്കാൻ പോകുന്ന ഭൂമിയിൽ ആർക്ക് വേണ്ടി എന്റെ ഡോക്ടറെ കള്ളൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്? നമുക്ക് അടിച്ചെങ്കിൽ ജീവിച്ച പോരേ എന്ന് ഇവിടുത്തെ കൊച്ചു എന്നോട് ചോദിച്ചപ്പോ എന്റെ ചങ്ക് താർന്നു പോയി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. 1 അല്ല 2 ഫുള്ളെങ്കിൽ തീർത്തു. സ്വസ്തി വാടേ. അമ്മച്ചി, അമ്മച്ചിയുടെ മോനൊരു മഹാപ്രസ്ഥാനമാണ്. അമ്മച്ചി ആ പ്രസ്ഥാനത്തെ പ്രസവിച്ച അമ്മച്ചിയുടെ പാദം തൊട്ട് വന്നിക്കാനാണ് ഈ തോമസ് വൈദ്യ ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്ന് പാടെന്താ. പാവം ഡോക്ടർ. പണ്ടൊക്കെ വെള്ളം അടിച്ച ഓഫ് ആകാറായിരുന്നു പതിവ്. ഇതിപ്പോ മൂഡ് ഓഫ് ആയി. എന്റെ അമ്മച്ചി വെറുതെ മുഖം വീർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. മാതാവാണ്, അമ്മച്ചിയാണ്. ഓ, ഞാന്ന് കിടക്കുന്ന ഈ പാവം വൈദ്യരാണേ സത്യം. കൊച്ചു കുഞ്ഞൊരു തുള്ളി കുടിച്ചിട്ടില്ല. ചേടാ, ഇപ്പൊ ബോധ്യമായേ? എന്റെ നെൽസ, ഈ ഡി അഡിക്ഷൻ സെന്റർ എന്നൊക്കെ പറയുന്നത് കള്ളുകൂടിയന്മാർക്കുള്ളതാ, അല്ലാതെ എന്നെ പോലെ കള്ളിനെ കുടിക്കുന്നവന്മാർക്കുള്ളതല്ല. കൊച്ചുകുഞ്ഞ് കുടി നിർത്തണേ. ദാ ഈ നിൽക്കുന്ന അമ്മച്ചി ഒരു വാക്ക് പറഞ്ഞാ പോരെ? അമ്മച്ചി, ബാക്കിയുള്ളതെല്ലാം ഞാൻ പൊതിഞ്ഞു കൊണ്ടുപോവാ. മതി, പൊതിഞ്ഞെടുത്താ മതി. പക്ഷെ എടുക്കുന്നത് എങ്ങനാണേലും നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ കിടക്കുന്ന ബോഡിയെ തിരിച്ച് മോചനത്തിലോട്ട് എത്തിച്ചേക്കണം. വെള്ളം അടിക്കാത്തോണ്ട് ഭയങ്കര വിശപ്പ്. അമ്മച്ചി, അങ്കിളെ ശർമ്മജി, നന്ദന് ചെന്നൈ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയാച്ച്. ഞാൻ അറിഞ്ഞു. അവനെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിലിറക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അതിനെത്ര ചെലവായാലും, ആര് ജാമ്യം നിൽക്കേണ്ടി വന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. ജാമ്യം கிடைக்கும், അത് പ്രശ്നമില്ല. പക്ഷെ അവർ 3 പേരും ഇപ്പൊ അതേ ജയിലില്ല. എന്താ കാര്യം? കൊച്ചുകുഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അവനെ നേരിൽ കാണുന്ന ദിവസം സ്വപ്നം കണ്ട് കിടക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. അവന്റെ എച്ചിൽ നിന്ന് വീർത്ത ഒരു പട്ടി, അവന്റെ GM ഇതിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ടെന്ന്. തൽക്കാലം അത് മതി നമുക്ക് നമ്മൾ കൈത്തരിപ്പ് തീർക്കാൻ. ഇത്രകാലം അവന്റെ എച്ചില് പുറമെ നിന്ന് നക്കിയതും പോരാഞ്ഞിട്ട്
നീയൊക്കെ ഇതിനകത്ത് കേറി വന്ന് വെട്ടി വിഴുങ്ങും അല്ലടാ സാലക്കുത്ത്. വേണ്ട, എന്റെ ബോസ് വീട്ടിലെ പഴയ കണക്ക് ഇവിടെ വെച്ച് എന്നോട് തീർക്കണ്ട. അത് അദ്ദേഹത്തിന് ഇഷ്ടാവില്ല. അദ്ദേഹം ഒരു മയ്യത്ത് കട്ടിലിൽ കിടത്തിയിട്ട് അവൻ വന്ന അതേ പുറം പോക്കിക്കൊണ്ടേ കുഴിച്ചിട്ടാലേ ആസിഫ് അലി ഇബ്രാഹിമിന്റെ ഈ മക്കൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റൂ. അവന്റെ അൻവറെ, വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്നെ കൊന്നാലും നിങ്ങൾക്ക് എന്റെ കൊച്ചുകുഞ്ഞോട് ജയിക്കാൻ പറ്റില്ല. അവന്റെ ഒരു കൊച്ചുഞ്ഞ്. എന്താ നിനക്ക് മുറിവേറ്റിട്ടുണ്ട് പണ്ടും, നമുക്ക് വേണ്ടി. പക്ഷെ ഇത് ഞാൻ എങ്ങനെ സഹിക്കൂടാ? സഹിക്കണം, സഹിച്ചേ പറ്റൂ. പറ്റില്ല എനിക്ക്. നിന്നെ വേദനിപ്പിച്ചതാരാണെങ്കിലും വെച്ചേക്കില്ല ഞാൻ. ശർമ്മജി, എനിക്ക് വേണം അവരെ, അവരുടെ തട്ടകത്തിൽ. അത് ജയിലിലാണെങ്കിൽ അങ്ങനെ. വേണ്ട കൊച്ചു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇതൊന്നും സാരമില്ല. പലതവണ നീ തന്നെ പറഞ്ഞിട്ടില്ലേ അവരൊക്കെ കൂടപ്പിറപ്പുകളാണെന്ന്. കാല പിടിച്ച് അപേക്ഷിക്കാൻ ഞാൻ അവരെ. അത് വേണ്ട. നന്ദ, എന്നെ തടയാൻ നീ നോക്കണ്ട. ഒന്നും പറയണ്ട. ഈ മനസ്സെനിക്കറിയാം, അതുകൊണ്ടാ പറയുന്നത്. ആ മക്കൾ എന്ത് വേണം ചെയ്തോട്ടെ. പക്ഷെ 6 വർഷം ഒരച്ഛനെ പോലെ നമുക്കൊക്കെ സ്നേഹം തന്ന ആസിഫ് ഭായിയെ ഓർത്തിട്ട് വേണ്ട, പ്ലീസ്.